ഈ ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ ജനവിഭാഗങ്ങളും യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം അല്ലെങ്കിൽ പീഡാനുഭവ ആഴ്ചയായിട്ട് കരുതി വളരെ ഭക്തിയോടെ പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിന് നടുവിൽ പള്ളികളിൽ വീടുകളിൽ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും പലരും ഉപവാസത്തിലും നോയമ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലും ഒക്കെ വന്നെത്തി നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ ദിവസം ആചരിക്കുന്ന പെസഹ, ആ പെസഹായും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് നമുക്ക് ആ പെസഹയുടെ ആഴമേറിയ ദൈവം പെസഹയും ഞാനും തമ്മിൽ ഉണ്ടാക്കിയ ആ ഉടമ്പടിയെക്കുറിച്ച് ഒന്ന് വേഗത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പെസഹ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൻ്റെ ആരംഭത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നാം വ്യക്തമായി പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. 12-ാം അധ്യായത്തിൽ പറയുന്ന കാര്യാദികളെ വേഗത്തിൽ ഞാൻ സംക്ഷിപ്തമായിട്ട് ഒന്ന് വിവരിക്കുകയാണ്. മിസ്രൈമ്യ അടിമത്തത്തിനകത്തിൽ കിടന്ന ഒരു വലിയ കൂട്ടം ജനത, ലക്ഷക്കണക്കിന് വരുന്ന ജനത, അവർ ദൈവസന്നിധിയിൽ അവരുടെ കഷ്ടതകൾക്ക് മാറ്റം സംഭവിക്കുവാൻ വേണ്ടി, അവരുടെ ഞെരുക്കങ്ങൾക്ക് ഭേദഗതി സംഭവിക്കുവാൻ ദൈവം പറഞ്ഞ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാനിലേക്കുള്ള ഒരു പുറപ്പാട് സാധ്യമാകുവാൻ വേണ്ടി അവരുടെ കഷ്ടതയുടെ നടുവിൽ അവർ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്കുള്ള വ്യക്തമായ മറുപടി എന്ന വണ്ണം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ എന്ന വ്യക്തിത്വത്തെ കർത്താവ് വിളിച്ചു വേർതിരിക്കുന്നു. ആ മോശയ്ക്ക് വ്യക്തമായൊരു ദൗത്യം, വ്യക്തമായൊരു നിയോഗം, ചില അടയാളങ്ങൾ വ്യക്തതയോടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ മോശയെ ആ ജനത്തിൻ്റെ നടുവിലേക്ക് ദൈവം അയക്കുകയാണ്. അങ്ങനെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശ ഫറവോന്റെ അരികിൽ ചെല്ലുമ്പോൾ ഫറവോൻ ഈ ജനത്തെ വിടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയിരിക്കെ ദൈവം മോശയോട് പറഞ്ഞ ബാധകൾ ആ ദേശത്ത് വരികയും ഓരോ ബാധ കഴിയുമ്പോഴും ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാമെന്ന് ഫറവോൻ പറയും എങ്കിലും ആ ഫറവോന്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനപ്പെട്ട് ഏറ്റവും അവസാനത്തേതിൽ വചനം പറയുന്നു, 10ാമത്തെ ബാധയാകുന്ന കടിഞ്ഞൂൽ സംഹാരത്തിലേക്ക് എത്തുന്നു. ആദ്യജാതൻ തകർക്കപ്പെടുന്ന ഒരു പ്രത്യേക ബാധ ആ ദേശത്ത് വ്യാപരിക്കുകയും അതിനുള്ള പോംവഴി എന്ന വണ്ണം ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ ജനം താമസിക്കുന്ന എല്ലാ ഭവനത്തിന്റെയും കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ഒരു കുഞ്ഞാടിനെ അറക്കുകയും ആ കുഞ്ഞാടിന്റെ രക്തം പുരട്ടുകയും ചെയ്താൽ കടന്നു വരുന്ന സംഹാരകൻ ഈ രക്തം അടയാളം ഉള്ളത് കാണുമ്പോൾ ആ ഭവനത്തെ തൊടാതെ ആ ഭവനം വിട്ട് മാറിപ്പോകും. ഇതേ സമയം തന്നെ ആ കുഞ്ഞാടിനെ അവർ കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ അനുഭവിച്ച കഷ്ടതയുടെ ഓർമ്മയെ നിലനിർത്തിക്കൊണ്ട് കയ്പു ചീരയോടുകൂടെ ഈ കുഞ്ഞാടിന്റെ മാംസം അവർ ഭക്ഷിക്കുകയാണ്. ഈ ഭക്ഷിക്കുന്ന സമയത്ത് നിയമം കർത്താവ് കൊടുത്തു. കാലിൽ ചെരുപ്പിട്ട് കെട്ടിക്കൊണ്ട്, വടി പിടിച്ചുകൊണ്ട്, അരികിൽ തോൽവാറ കെട്ടിക്കൊണ്ട് ഈ കയ്പ് ചീരയോടുകൂടെ മാംസം വളരെ തിടുക്കത്തിൽ കഴിക്കണം. കാരണം അടുത്ത ഏതു നിമിഷവും കാഹളം കേൾക്കാം. ആ കാഹളം കേൾക്കുമ്പോൾ അവർ വേഗത്തിൽ പുറപ്പെടണം. പ്രിയരെ, ഇവിടെ നിന്ന് പെസഹ ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ള പെസഹ മുമ്പോട്ട് കടന്നു വന്നു. യേശുവിന്റെ കാലഘട്ടത്തിലും ആ പെസഹ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, സംഹാരകൻ കടന്നു വരാതിരിക്കേണ്ടതിന് രക്തം അവിടെ അടയാളമായിരുന്നു. ഒരു സാധാരണ കുഞ്ഞാടിന്റെ രക്തം അടയാളമുള്ള ആ ഭവനത്തിനകത്ത് ദൈവം പറഞ്ഞതനുസരിച്ച് അവർ ആ പെസഹ ആചരിച്ചപ്പോൾ ഒരു സംഹാരകനും ആ ഭവനത്തിൽ കയറുവാൻ കഴിയാതിരുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ കർത്താവ് ഉദ്ദേശിക്കുന്നത്, യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവപൈതലെ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല സംഹാരക ആധിപത്യങ്ങൾക്കകത്ത് നിന്നും പൂർണ്ണമായും വിടുവിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു യഥാർത്ഥമായ ഉറപ്പാണ് ഈ പെസഹ ദിനത്തിൽ കർത്താവ് നമുക്ക് കൈമാറി തരുന്നത്. അതുകൊണ്ട് ആ പെസഹായെ യഥാർത്ഥമായി നാം ഒന്ന് മനസ്സിലാക്കുക. ഒരു സാധാരണ കുഞ്ഞാടിന്റെ രക്തത്തിന് സംഹാരകനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എങ്കിൽ ജീവദാതാവാകുന്ന യേശു കർത്താവിന്റെ രക്തത്തിന് എത്രത്തോളം നമ്മെ ഓരോരുത്തരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും, നമ്മുടെ കുടുംബത്തെ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. യേശു കർത്താവ് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പെസഹ ആചരിച്ചു. എന്നാൽ ആ പെസഹയുടെ അവസാന സമയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ
യേശു കർത്താവ് തൻ്റെ ശരീരം മുറുക്കപ്പെടുന്നതിനെക്കുറിച്ചും തൻ്റെ രക്തം പാപികൾക്ക് വേണ്ടി ഒഴുക്കപ്പെടുന്നതിനെക്കുറിച്ചും വ്യക്തമായ ബോധ്യം ശിഷ്യന്മാർക്ക് കൈമാറിക്കൊടുത്തു. അതിന് തൊട്ടു മുമ്പ് ഈ ശിഷ്യന്മാരുടെ എല്ലാം കാല് കഴുകി തൻ്റെ അരയിൽ കെട്ടിയിരുന്ന തോർത്തെടുത്ത് തുവർത്തി. പ്രിയ ദൈവപൈതലെ, അവിടെ എന്താ നല്ല കർത്താവ് കാണിച്ചു തരുന്നത്? ഒരു പൈശാചിക ബാധയോ മറ്റ് ഇതര ശക്തികളോ ഒന്നും തന്നെ നിന്നെ ബാധിക്കാതിരിക്കേണ്ടതിന് നിന്റെ ഉച്ച മുതൽ ഉള്ള കാല് വരെ ഒരു വ്യക്തമായ ശുദ്ധീകരണത്തോടുകൂടെ നീ കർത്താവിൻ്റെ മേശയിലേക്ക് അല്ലെങ്കിൽ കുർബാനയിലേക്ക് പെസഹയിലേക്ക് കടന്നു വരണമെന്ന് കർത്താവ് അവിടെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ശുദ്ധിയുള്ള മനസ്സോടുകൂടി പ്രാർത്ഥന മനോഭാവത്തോടെ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ പെസഹയുടെ സകലവിധ അനുഗ്രഹങ്ങളും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മേൽ അത് ശ്രേഷ്ഠമായി വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. ആണ്ടിൽ ഒരിക്കൽ മാത്രമല്ല നാം പെസഹയിലേക്ക് കടന്നു വരേണ്ടത്. നമ്മുടെ ഓരോ ദൈനംദിന ജീവിത സാഹചര്യങ്ങൾക്കകത്തിലും ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ കടന്നു വന്ന് കർത്തനെ, എൻ്റെ ജീവിതത്തിന്റെ മേൽ ഉണ്ടായ കുറവുകളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ ആ പുണ്യാഹ രക്തത്തിന്റെ ശക്തിയാലുള്ള കഴികൾ നമ്മുടെ ജീവിതത്തിന്റെ മേൽ ശ്രേഷ്ഠമായി അത് വെളിപ്പെടുകയാണ്. അപ്പോഴെല്ലാം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്താൽ ആ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാലുള്ള സകല വിടുതലുകളും നമ്മുടെ ജീവിതത്തിന്റെ മേൽ അത് സായത്തമായി തീരും. അവിടെയാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്, യേശുവിന്റെ അടിപ്പിണരാൽ ഇതാ സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പെസഹ ദിനത്തിൽ നാം ഓർക്കുക, യേശു കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ്. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നാം പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട് ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ കുടുംബജീവിതം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. പുറപ്പാട് പുസ്തകത്തിൽ അവർ പെസഹ ആചരിച്ചതിന് ശേഷം കാഹളനാദം കേട്ട് ഒരു പുറപ്പാടോടെ സാധ്യമായി എങ്കിൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് നമ്മളോട് വ്യക്തമായി വരച്ചു കാണിക്കുന്നു. ഈ കുർബാന ആചരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും, ഈ പെസഹയ്ക്കകത്തിലേക്ക് കയറി വരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അടുത്തത് കാഹളനാദം കേൾക്കുവാനുള്ള സമയം അടുത്തെത്തി നിൽക്കുന്നു. ലോകത്തിന്റെ ലക്ഷണങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇസ്രായേലിനെ ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരുവാനുള്ള സകല ലക്ഷണങ്ങളും ഈ ലോകം വ്യക്തമായി വരച്ചു കാണിക്കുന്നു. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മോശയിൽ കൂടെ ഒരു ജനതയ്ക്ക് ഒരു പുറപ്പാട് ആ പെസഹയുടെ രാത്രിയിൽ സംഭവിച്ചതുപോലെ പെസഹ ആചരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മേലും ഇതുപോലെ ഒരു പുറപ്പാടിന്റെ കാഹളനാദം കേൾക്കുവാനുള്ള സമയമായി എന്നുള്ള ആ ഒരു ഉറപ്പിലും ബോധ്യത്തിലും നാം ഈ ദിവസങ്ങളിൽ ജീവിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ മേൽ അത് ശ്രേഷ്ഠമായി വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. അതുകൊണ്ട് എല്ലാവരും പെസഹ ആചരിച്ച് ദുഃഖവെള്ളിയും ഈസ്റ്ററും ആചരിച്ച് വീണ്ടും പഴയ ലോകത്തിന്റെ ഇമ്പത്തിനകത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഇടയാകാതെ ആ കാഹളനാദം കേൾക്കുമെന്നും എനിക്കും കർത്താവിന്റെ ആ മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെടണം എന്നുള്ള വ്യക്തമായ ബോധ്യത്തിൽ യാത്ര ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. I bless you in Jesus' name. Amen.